ഹലോ ഗൈസ്, നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ക്രീമിൻ്റെ ഒരു ഫലൂഡ ടൈപ്പ് ഒരു സാധനം ഉണ്ടാക്കാൻ പോണേ. ഞാൻ പേരിട്ടിട്ടില്ല. ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോണേ. നിങ്ങൾ കമൻസിലാണെങ്കിൽ ഞാൻ പേരിട്ടോ. ഒരു ഫലൂഡ ടൈപ്പ് സാധനം ഉണ്ടാക്കാൻ പോകും. ഫസ്റ്റ് അത് നമുക്ക് കുറച്ച് ഐസ്ക്രീമാണ്. നമുക്ക് ഐസ്ക്രീം എടുക്കും. അത് നമുക്ക് ഐസ്ക്രീം എടുക്കാം. നമുക്ക് സ്കീ ഐസ്ക്രീമിൻ്റെ വാനിലയാണുള്ളത്. നല്ല തണുത്ത ഐസ്ക്രീം എടുക്കാം. ആദ്യം നമുക്ക് ആവശ്യമായിട്ട് ഒരു ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിൽ നമ്മളൊക്കെ ചെയ്യാൻ പോകണം. നമ്മൾ കട്ടിങ് പാഡിൽ മാറ്റി വയ്ക്കാം. ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇടാം. ഐസ്ക്രീമൊക്കെ നല്ല ഹാർഡ് എത്തിയിട്ടുണ്ട്. ഐസ്ക്രീം ഇടാം. ഐസ്ക്രീമൊക്കെ ഇങ്ങോട്ട് ഷേപ്പ് ചെയ്യാണ്. ഐസ്ക്രീം അതിൻ്റെ നടത്തിടാൻ പോകുന്നത് ബിസ്ക്കറ്റാണ്. നമുക്ക് ബിസ്ക്കറ്റ് എടുക്കാം. നമുക്ക് ഇങ്ങനത്തെ ഒരു ബിസ്ക്കറ്റാണ് നല്ലത്. ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് പൊട്ടിച്ചിട്ടിടാം. ഇങ്ങനെ പൊട്ടിച്ചിടാം ബിസ്ക്കറ്റ്. മതി. ഇനി നമ്മൾ ബനാന എടുക്കാം. ഒരു ബനാന വെച്ചിട്ട് എൻ്റെ തൊലി കളയാം. നല്ലൊരു ബനാനയാണ്. ഇത് നമുക്ക് സ്മാഷ് ചെയ്യാം. അതിനെ നമുക്ക് ഈസി സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ചിട്ട് 2 പീസാണ്. അത് ഇനിയും മുറിക്കാം. സ്ലൈസ് വെച്ചിട്ട് നമുക്ക് മുറിക്കാം. പിന്നെ 4 സ്ലൈസ് ആയിരിക്കും. നമുക്കിത് സ്മാഷ് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ പേസ്റ്റ് വലുതാക്കാം. അപ്പം ഇരിക്കാൻ സുഖമുണ്ടാവും. ഇങ്ങനെ പേസ്റ്റ് ആക്കിയാൽ മതി. നമ്മൾ ബനാനയുടെ ആ പേസ്റ്റ് ഇതിലേക്കിടാം. നല്ല ലെയർ പോലെ ബനാനയുടെ പേസ്റ്റ് നമുക്ക് ഇടാം. ബനാന ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യാം. അതിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീമൊക്കെ ഒരുപാട് ലെയറുകൾ ഇട്ടിട്ടുണ്ട്. വീഡിയോ എടുത്തതിനുള്ള അടുത്തത് നമ്മൾ ആകുന്നത് ചോക്കോ ബൈറ്റ്സാണ്. ചോക്കോ ബൈറ്റ്സ് നമ്മളിങ്ങനെ 2-3 ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ പിന്നെയും ബിസ്ക്കറ്റ് ഇങ്ങനെ ഇടുന്നത് ക്രഞ്ച് കിട്ടാനാണ് കേട്ടോ. ഇടുന്നത് ഈ ചോക്കോ ബൈറ്റിന് കിട്ടും. നല്ലൊരു ക്രഞ്ച് വേണ്ട. ഓക്കെ, അതിന് നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീം കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവസാനമായിട്ട് ലാസ്റ്റ് കുറച്ച് ഡെക്കറേഷൻസ് നമുക്ക് ഇതിടാം. നല്ലൊരു ക്രഞ്ചി സാധനമുണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ സാധനം റെഡി.